മദ്യപിച്ച് ലക്കില്ലാതെ രണ്ടുപേർ പൂർണ്ണചന്ദ്രനുള്ള ഒരു രാത്രിയിൽ വഴിയിൽ നിന്നും തർക്കിച്ചുകൊണ്ടിരുന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചന്ദ്രൻ അങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നത് കണ്ട ഒരുത്തൻ പറഞ്ഞു, ആ കാണുന്നത് സൂര്യനാകുന്നു എന്ന്. മറ്റവൻ പറഞ്ഞു, അല്ലടാ, അത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു തെരുവിളക്കാകുന്നു എന്ന്. രണ്ടുപേരും അവിടെ നിന്ന് തർക്കിക്കുമ്പോൾ അതുവഴി വന്ന മൂന്നാമത് ഒരാൾ അയാളെ തടഞ്ഞു നിർത്തി ഈ മദ്യപന്മാർ ആരാഞ്ഞു, അവരിൽ ആര് പറഞ്ഞതാകുന്നു ശരിയെന്ന്. രണ്ടുപേരിൽ നിന്നും രക്ഷപ്പെടുവാൻ ഈ വഴിപോക്കൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനല്ല, എന്നെ വിട്ടേക്കൂ എന്ന്. അങ്ങനെ അയാൾ തടിയൂരി എന്ന് കഥ. ഇതുപോലെയാകുന്നു ക്രിസ്തുവിനെ പലരും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. മതത്തിൻ്റെ മത്ത് പിടിച്ചൊരു കൂട്ടർ ക്രിസ്തുവിനെ തങ്ങൾക്ക് തോന്നുന്നത് പോലൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ, ക്രിസ്ത്യാനികളിൽ തന്നെ ദുരുപദേശം പഠിപ്പിക്കുന്ന കൾട്ട് അവരൊക്കെ ക്രിസ്തുവിനെ ക്രിസ്തു അവകാശപ്പെടാത്ത എന്തോ ആകുന്നു എന്ന് സമർത്ഥിക്കുന്നു. ഇനിയും ക്രിസ്തുവിൻ്റെ പേരെടുത്ത ക്രിസ്ത്യാനികളിൽ പലരും ക്രിസ്തുവുമായി ബന്ധമൊന്നുമില്ലാത്തതിനാൽ ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങളോട് ചോദിക്കരുതേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. ക്രിസ്തുവിനെ ഒരു നല്ല ഗുരുവായിട്ടോ മനുഷ്യ സ്നേഹിയായിട്ടോ സാമൂഹിക പരിഷ്കർത്താവായോ വിപ്ലവകാരിയായോ രക്തസാക്ഷിയായോ മതസ്ഥാപകനായോ ഒക്കെ കാണുവാൻ ഒട്ടുമുക്കാലും മനുഷ്യർക്ക് പ്രയാസമില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ അംഗീകരിക്കുന്നതിൽ മിക്കവർക്കും വലിയ സന്തോഷമേ ഉള്ളൂ. എന്നാൽ ക്രിസ്തുവിനെ ലോകരക്ഷകനായോ ദൈവപുത്രനായോ സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമായോ അംഗീകരിക്കുവാൻ പലർക്കും പ്രയാസമാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്നു. കാരണം സൃഷ്ടിക്കപ്പെട്ട ഒരു ദൂതുവാഹിയേക്കാൾ വലിയവനാണ് യേശു. അവൻ നിത്യനായ ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ പുരാതന പൗരസ്ത്യ രാജ്യങ്ങളിൽ ഒരു മകനെ പദവിയിലും ബഹുമാനത്തിലും തൻ്റെ പിതാവിനോട് തികച്ചും സമമായിട്ടാണ് കരുതിയിരുന്നത്. ക്രിസ്തു ദൈവത്തെ തൻ്റെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞപ്പോൾ കേട്ടു നിന്നവർക്ക് മനസ്സിലായി അവൻ തന്നെത്താൻ ദൈവത്തോട് സമമാക്കി എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അതാണല്ലോ അവർ അവൻ്റെ നേരെ ആരോപിച്ചത്. ഒരു ദൈവദൂതൻ ഒരിക്കലും അങ്ങനൊരു അവകാശവാദം ഉന്നയിക്കുമായിരുന്നില്ല. ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാലത്തിൻ്റെ ഏതോ ഒരു സമയത്ത് സംഭവിച്ചതാകാം എന്ന തോന്നൽ നമുക്കുണ്ടാകാം. എന്നാൽ എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പഠിച്ചാൽ ഏതോ ഒരു സമയമെന്നല്ല അത് പറയുന്നത് എന്ന് മനസ്സിലാകും. ക്രിസ്തുവിൻ്റെ ദൈവമെന്ന അതുല്യ പദവിയുടെ വിവരണമാകുന്നു എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ക്രിസ്തു ദൈവമാകുന്നു എന്ന് എബ്രായ ലേഖകൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ അവനെ ദൈവം എന്ന് സംബോധന ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു എന്ന്. പിതാവായ ദൈവവും ക്രിസ്തുവും സാരാംശത്തിൽ ഒന്നാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നത്രേ. അവിടുന്ന് സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ്റെ കൂടെ സമയം ചെലവഴിച്ച അവൻ്റെ പ്രിയ ശിഷ്യൻ യോഹന്നാൻ ക്രിസ്തു ആരാകുന്നു എന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നത്. യോഹന്നാൻ യേശുവിൻ്റെ എല്ലാ അനുഭവങ്ങളിലും അവനോടൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മറുരൂപമലയിൽ യേശു മഹത്വീകരിക്കപ്പെട്ടപ്പോഴും യേശു അതിവേദനയിലൂടെ പോകുമ്പോൾ അവൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലും യോഹന്നാൻ ഉണ്ടായിരുന്നു.
അവനേക്കാൾ ആധികാരികമായി പറയുവാൻ കഴിയുന്ന മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ? യോഹന്നാൻ അവ്യക്തതയിൽ നിന്നും സംസാരിക്കുകയല്ല, അവൻ എല്ലാ യാഥാർത്ഥ്യങ്ങളും കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ട് വിവരിക്കുകയാണ്. നാം ഇന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ഒരു ദിവസം കൊണ്ട് അത് നാം ചിന്തിച്ച് തീരില്ല. എന്നിരുന്നാലും നമുക്കിന്ന് ആരംഭിക്കാം പ്രാർത്ഥനയോടെ ഈ ഭാഗം ശ്രദ്ധിച്ചാട്ടെ. ഒന്നാം അധ്യായത്തിലെ 3 വാക്യങ്ങൾ ഒരുമിച്ചെടുത്ത് ആദ്യം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം വാക്യവും 14-ാം വാക്യവും 18-ാം വാക്യവും. അതിമഹത്തായ 3 പ്രസ്താവനകളാൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ക്രിസ്തുവിന്റെ പേരുകളിൽ ഉന്നതവും ഏറ്റവും അധികം അർത്ഥവ്യാപ്തിയുള്ളതുമായ ഒന്നാണ് വചനം എന്നുള്ളത്. ഇതിന്റെ യഥാർത്ഥ അർത്ഥം കണ്ടുപിടിക്കുക പ്രയാസമാണ്. ഗ്രീക്ക് തത്വശാസ്ത്രത്തിലെ ലോഗോസ് അല്ല ക്രിസ്തു എന്നുള്ളത് തീർച്ചയാണ്. പിന്നെയോ എബ്രായ വേദങ്ങളിലെ മെമ്ര അത്രേ ക്രിസ്തു. വചനം എന്നുള്ളത് പഴയ നിയമത്തിൽ എത്ര പ്രാധാന്യമർഹിക്കുന്നതാകുന്നു എന്ന് ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, യഹോവയുടെ പേര് ഒരു യഹൂദൻ ഒരിക്കലും ഉച്ചരിച്ചിരുന്നില്ല. അത് അത്രയ്ക്ക് വിശുദ്ധമായ ഒരു വാക്കായിരുന്നതിനാൽ അവർ അത് ഉപയോഗിക്കുക പോലും ചെയ്തിരുന്നില്ല. പക്ഷേ അവനാകുന്നു ഇത്, അതെ, വചനം. പഴയ നിയമത്തിൽ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരുമിച്ച് ചേർത്ത് ആദിയിൽ ഉണ്ടായിരുന്നവനായി അവനെ അവതരിപ്പിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആദി ബൈബിളിലെ തന്നെ ആദ്യത്തെ വാക്കുകളായ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതുമായി ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആദി വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതാണ്. അത് ആർക്കെങ്കിലും കൃത്യമായി പറയാവുന്ന തീയതിയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്കും അപ്പുറം അത് പോയെന്നിരിക്കും. നിത്യതയുടെ ദൈവവുമായിട്ടാണ് താങ്കളും ഞാനും ഇടപെടുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. സൃഷ്ടിയുടെ ആരംഭത്തിലേക്ക് താങ്കൾ പോയാൽ അവൻ അവിടെ ഉണ്ടാകും. കൃത്യമായും അതത്രേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുമോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനമാകുന്നു എന്നല്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആദിയിൽ അല്ല വചനം ആരംഭിച്ചതോ ഉളവാക്കപ്പെട്ടതോ, ഉണ്ടായിരുന്നു എന്നതിനാൽ തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവർത്തനത്തെ അത്രേ കാണിക്കുന്നത്. അതിന്റെ അർത്ഥം വചനം ആദിയിലും ഉണ്ടായിരുന്നു എന്നത്രേ. എന്താണ് ഈ ആദി? താങ്കൾ പോകുവാൻ ആഗ്രഹിക്കുന്നത്രയും പിൻപിൽ ആദിയിൽ. ബൈബിൾ പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണല്ലോ. എന്നതുകൊണ്ട് ദൈവം ആരംഭിക്കുന്നത് അവിടെയാകുന്നുവോ? ദൈവം ആരംഭിക്കുന്നത് അവിടെയാണോ? ഒരിക്കലുമല്ല. കോടി കോടി വർഷങ്ങൾ പിൻപിലേക്ക് പോകൂ. സൃഷ്ടിപ്പിൽ നിന്നും 1000 കോടി വർഷം പിൻപിലേക്ക് എനിക്ക് ചിന്തിക്കാം. താങ്കൾക്ക് ഒരുപക്ഷെ അതിനും അപ്പുറം ചിന്തിക്കുവാൻ സാധിച്ചെന്നിരിക്കും. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു യോജിപ്പിലെത്താം. എന്താ? സൃഷ്ടിപ്പിൽ നിന്നും 1000 കോടി വർഷം പിൻപിൽ, അതെ, അവൻ അവിടെ ഉണ്ടായിരുന്നു. നിത്യതയിൽ നിന്നും നമ്മെ തേടി അവൻ വരുന്നു. അവൻ ആരംഭിച്ചതല്ല, ആദിയിൽ വചനമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്തോ? പരിമിതമായ നമ്മുടെ പദങ്ങൾ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കുവാനും പ്രയാസമാകുന്നു. ഏതായാലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് കൂടുതലായി വെളിപ്പെടുത്തി തരട്ടെ. ആദി ആരംഭിച്ചപ്പോൾ തന്നെ അവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. എവിടെയെങ്കിലും ഒരു ആരംഭം ഉണ്ടായേ മതിയാകൂ. പക്ഷേ ഈ വചനത്തിന്റെ കാര്യത്തിൽ താങ്കൾ എവിടെ ആരംഭിച്ചാലും താങ്കളെ തേടി അവൻ അവിടെയുണ്ട്. അതിനു മുൻപ് തന്നെ അവൻ ഭൂതകാലമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. മൂലഭാഷയിൽ ഇവിടെ 5 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നുവരെ ഈ ഭൂമുഖത്ത് ജീവിച്ച ആർക്കും ഇതിനൊരു തീയതി കൊടുക്കുവാനോ മുഴുവനായി ഗ്രഹിക്കുവാനോ സാധിച്ചിട്ടില്ല. നോക്കണേ, ആദ്യത്തെ അതിമഹത്തായ പ്രസ്താവന തന്നെ നമ്മെ ശൂന്യാകാശത്തിൽ എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ രണ്ടാമത്തേത് നോക്കൂ. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അവൻ പിതാവായ ദൈവത്തിൽ നിന്നും വ്യത്യസ്തനായ പ്രത്യേക വ്യക്തിയാകുന്നു എന്ന് ഈ പ്രസ്താവന ആവശ്യത്തിന് വ്യക്തമാക്കുന്നുണ്ട്.
പിതാവായ ദൈവമായി താങ്കൾക്ക് അവനെ കാണുവാൻ കഴിയില്ല. കാരണം അവൻ ദൈവത്തോടു കൂടിയായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ആരോ പറഞ്ഞു അവൻ ദൈവത്തോടു കൂടി ആയിരുന്നുവെങ്കിൽ അവൻ ദൈവമല്ലല്ലോ എന്ന്. ന്യായമായ സംശയം. പക്ഷേ നമ്മുടെ അടുത്ത പ്രസ്താവന ആ സംശയവും നേരെയാക്കുന്നു. വചനം ദൈവമായിരുന്നു. ക്രിസ്തു ദൈവമാകുന്നു എന്നതിൻ്റെ വ്യക്തവും ശക്തവുമായ പ്രഖ്യാപനമത്രേ ഈ പ്രസ്താവന. വാസ്തവത്തിൽ വിശുദ്ധ യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയ ഗ്രീക്ക് ഭാഷയിലെ ഈ പ്രസ്താവന നമുക്കുള്ളതിനേക്കാളും വ്യക്തമാണ്. കാരണം ഗ്രീക്ക് ഭാഷയിൽ ഈ വാചകത്തിലെ പ്രധാന പദം ആദ്യം ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഇപ്രകാരം അത്ര വായിക്കുന്നത്, ദൈവം വചനമായിരുന്നു. അത് കുറെ കൂടി ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയല്ലേ? അതിനേക്കാളും ശക്തമായി താങ്കൾക്ക് കിട്ടില്ല എന്നോർക്കുക. ക്രിസ്തുവിന് ദൈവത്വം ഇല്ലെന്ന് സമർത്ഥിക്കുവാനാണോ പൊന്നുസുഹൃത്തെ താങ്കൾ ശ്രമിക്കുന്നത്? സത്യം വളച്ചൊടിക്കാതെ താങ്കൾക്ക് അതൊരിക്കലും തെളിയിക്കാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ദൈവത്വം ഇല്ലെന്ന് സമർത്ഥിക്കുന്ന താങ്കളാകുന്നു കള്ളൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ 3 പ്രസ്താവനകൾ സംഗതി എല്ലാം കൂടി ഒരുമിച്ച് കിട്ടി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി നമുക്ക് ഇതേ അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് മാറി അവിടെ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകൾ ഒന്ന് നോക്കാം. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, കൃപയും സത്യവും നിറഞ്ഞവനായി. 1-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ ഗ്രീക്ക് തത്വജ്ഞാനി നമ്മോട് ചേർന്ന് നിന്നേനെ. പക്ഷേ ഈ വാക്യം, അതായത് 14-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ അയാൾ ഓടും. വചനം ജഡമായെന്നോ? മണ്ടത്തരം! അതൊരിക്കലും അയാൾ സമ്മതിക്കില്ല. ഈ ഭാഗം ഗ്രീക്ക് ഭാഷയിൽ കുറെ കൂടി തെളിവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ളതും അതുതന്നെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ഇപ്രകാരം വേണമെങ്കിൽ തർജ്ജിമ ചെയ്യാം: വചനം ജഡമായി ജനിച്ചു. ഇത് ഒരു നിമിഷം ഒന്ന് അയവിറക്കൂ. നിത്യതയിൽ നിന്നുള്ള ദൈവം ഇതാ ആദിയിൽ തന്നെ അവനുണ്ടായിരുന്നു. അവിടുന്ന് ബേത്ലഹേമിലേക്കും വന്നു. ഒരു സ്ത്രീക്ക് പ്രസവവേദന നൽകി ഭൂമിയിലേക്ക് ജനിച്ചവൻ. ക്രിസ്തുവിന്റെ ബേത്ലഹേമിലെ ജനനം വിശുദ്ധ യോഹന്നാൻ സൂചിപ്പിക്കുന്നു പോലുമില്ല. അത് ശ്രദ്ധേയമാണ്. അതിന്റെ കാരണം താങ്കൾക്കറിയാമോ? ബേത്ലഹേമിന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതിനേക്കാൾ അനേക മടങ്ങ് വലിയ ഒരാളെ കുറിച്ചത്രേ യോഹന്നാൻ സംസാരിക്കുന്നത്. നിത്യതയിൽ നിന്നും വചനം ജഡമായി തീർന്നു. 14-ാം വാക്യത്തിലെ 2-ാമത്തെ പ്രസ്താവന വചനം നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളതത്രേ. പാർത്തു എന്നതിന് സ്കിനു എന്ന ഗ്രീക്ക് പദമത്രേ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം അവൻ തന്റെ കൂടാരം നമ്മുടെ ഇടയിൽ അടിച്ചു എന്നത്രേ. നമ്മുടെ മനുഷ്യ ശരീരം നാം ഓരോരുത്തരും ജീവിക്കുന്ന ചെറിയ ചെറിയ കൂടാരങ്ങൾ മാത്രമാകുന്നു. ഇതേ സാദൃശ്യമാകുന്നു അപ്പോസ്തലനായ പൗലോസും ഉപയോഗിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകാവുന്ന കൂടാരങ്ങൾ, വെറും മൺകൂടാരങ്ങൾ. ഇതിലെത്രേ നാം ജീവിക്കുന്നത്? നാം ജീവിക്കുന്ന ഈ ശരീരം നശിക്കുന്നതാണ്. പൊടുന്നനവെ നശിക്കുവാൻ സാധ്യതയുള്ള മനുഷ്യ ശരീരം. താങ്കളും ഞാനും ഈ ചെറിയ കൂടാരങ്ങളിൽ പാർക്കുന്നതിനാൽ നിത്യനായ ദൈവം ഒരു മനുഷ്യ ശരീരം തന്നെത്താൻ സ്വീകരിച്ചു. നമ്മുടെ ഇടയിൽ തൻ്റെ കൂടാരം അടിച്ച് അവൻ പാർത്തു. 2-ാമത്തെ അതിമഹത്തായ പ്രസ്താവന അങ്ങനെ പോകുന്നു. 3-ാമത്തെ പ്രസ്താവന ശ്രദ്ധിച്ചേ: കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഇവിടെ അവൻ വേറൊരു കാര്യമാകുന്നു പറയുന്നത്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായി എനിക്കുണ്ടാകാവുന്ന സംശയം, അവൻ ജഡമായി തീർന്നെങ്കിൽ തീർച്ചയായും അവൻ തന്നെ തന്നെ പരിമിതിപ്പെടുത്തി കാണുമല്ലോ. യോഹന്നാൻ പറയുന്നത്, ഒരു നിമിഷം നിൽക്കണേ, അവൻ കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു എന്നത്രേ. നിറയുക എന്ന വാക്കിന്റെ അർത്ഥം അതിൽ ഒട്ടും ചേർക്കുവാൻ സാധിക്കില്ല എന്നത്രേ. തന്റെ ദൈവത്വം പൂർണ്ണമായും അവനിലുണ്ടായിരുന്നു. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കൃപ നിറഞ്ഞവനും സത്യം നിറഞ്ഞവനായിരുന്നു. ഇനി നാം 18-ാം വാക്യത്തിലെ 3 പ്രസ്താവനകൾ കൂടി നോക്കുവാൻ പോകുകയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യത്തിലെ ആദ്യത്തെ പ്രസ്താവന തന്നെ ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? ഈ സുവിശേഷത്തിൽ അവൻ അത് വിശദീകരിക്കും. ശമരിയിലെ കിണറ്റിന്റെ കരയിൽ കണ്ട ആ സ്ത്രീയോട് ക്രിസ്തു പറഞ്ഞത്, ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നത്രേ. ദൈവം ആത്മാവാകുന്നു.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ നാം വായിക്കുന്ന ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ എന്താകുന്നു? മനുഷ്യന്റെ നഗ്നമായ കണ്ണുകൾക്ക് കാണത്തക്കവണ്ണം പഴയ നിയമത്തിൽ ദൈവം ഒരിക്കലും തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല സുഹൃത്തെ. അപ്പോൾ അവർ കണ്ടതെന്താകുന്നു എന്നല്ലേ താങ്കളുടെ സംശയം? ആ ഭാഗം തന്നെ ഒന്ന് പരിശോധിക്കൂ, അപ്പോൾ മനസ്സിലാകും. ഉദാഹരണത്തിന് യാക്കോബ്, അവൻ പറഞ്ഞു താൻ ദൈവത്തെ കണ്ടു എന്ന്. പക്ഷേ അവൻ കണ്ടത് തന്നോട് മല്ലുപിടിച്ച ദൈവദൂതനെയാകുന്നു. അതൊരു വെളിപ്പെടുത്തലായിരുന്നു. പക്ഷേ അവൻ ദൈവത്തെ കണ്ടില്ല. കാരണം ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. 18-ാം വാക്യത്തിലെ രണ്ടാമത്തെ പ്രസ്താവന ഏകജാതനായ പുത്രൻ. ഏകജാതനായ പുത്രൻ എന്നല്ല, ഏകജാതനായ ദൈവം എന്നത്രേ ഈ ഭാഗത്ത് വരേണ്ടത് എന്നാകുന്നു പല വേദപണ്ഡിതന്മാരുടെയും പക്ഷം. എനിക്കും അതിനോടാണ് യോജിപ്പ്. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മോട് വളരെയധികം കാര്യങ്ങൾ പറയുവാൻ സാധിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ദൈവഹൃദയം വെളിപ്പെടുത്തുവാൻ അത്രേ അവൻ വന്നത്. മൂന്നാമത്തെ പ്രസ്താവനയാകുന്നു 18-ാം വാക്യം പൂർണ്ണമാക്കുന്നത്. അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ക്രിസ്തു ചെയ്തതെന്തെന്നാൽ ദൈവത്തെ വെളിയിൽ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചു. ഇതേക്കാൾ വലിയത് എന്തെങ്കിലും താങ്കൾക്കറിയാമോ? ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചന്ദ്രനിലേക്കുള്ള ആ ചെറിയ യാത്രയൊന്നുമില്ല. ഇതാ, ഭൂതകാല നിത്യതയിൽ നിന്നും അവൻ വരുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ദൈവം, സകലത്തിന്റെയും സൃഷ്ടാവ്, മനുഷ്യജഡം സ്വീകരിക്കുന്നു. മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ദൈവത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. പ്രിയ സുഹൃത്തെ, ഈ ലോകത്തിൽ താങ്കൾക്ക് ദൈവത്തെ അറിയുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ക്രിസ്തു എന്ന ഈ ഒരുവനിൽ കൂടി മാത്രമാകുന്നു. യേശുക്രിസ്തു ദൈവത്തെ മനുഷ്യർക്ക് വെളിപ്പെടുത്തുവാൻ വന്നു. കാരണം അവൻ ദൈവമാകുന്നു. അവൻ ദൈവമാകുന്നു. ഈ പ്രസ്താവനകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഇവിടെ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നാം ഇതുവരെ പഠിച്ച 3 വാക്യങ്ങളിലെയും ഒന്നാമത്തെ പ്രസ്താവനകൾ ചേർത്തൊന്ന് ചിന്തിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. 1-ാം വാക്യത്തിൽ നിന്നും 14-ാം വാക്യത്തിൽ നിന്നും 18-ാം വാക്യത്തിൽ നിന്നും ആദ്യത്തെ പ്രസ്താവനകൾ എടുത്ത് ഞാൻ വായിച്ചതാണ് ഇപ്പോൾ കേട്ടത്. ദൈവത്തെ കാണുവാൻ താങ്കൾക്ക് സാധ്യമല്ല. കാരണം ദൈവം ആത്മാവാകുന്നു. അവൻ ജഡമായി തീർന്നു. അവനെ നാം അറിയുവാൻ, മനസ്സിലാക്കേണ്ടതിന് അവൻ നമ്മിൽ ഒരാളാകേണ്ടി വന്നു. അവനെ മനസ്സിലാക്കുവാൻ നമുക്ക് അവൻ ഇരുന്നിരുന്നിടത്ത് പോകുവാൻ സാധ്യമല്ല. അവൻ താഴേക്ക്, അതെ, നാം ആയിരുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഇനിയും നാം പഠിച്ച 3 വാക്യങ്ങളിലെയും രണ്ടാമത്തെ പ്രസ്താവനകൾ ചേർത്തൊന്ന് ചിന്തിക്കാം. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ. ഈ പറഞ്ഞത് ഒരു നിമിഷത്തേക്ക് ഒന്ന് ചിന്തിക്കൂ. ദൂതന്മാർ അവിടുത്തെ മുൻപിൽ വണങ്ങി നിന്നു. അവൻ ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവത്തോട് സമനായവൻ. അവനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതി, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവമാകുവാൻ അവൻ സ്കൂളിലോ കോളേജിലോ പോയി പഠിച്ചതല്ല എന്ന് ചുരുക്കം. അവൻ ഓവർ ടൈം പണിയെടുത്ത് നേടിയതും അല്ല എന്നോർക്കുക. ഇത് ക്രിസ്തുവിന് ലഭിച്ച ഒരു ബിരുദമായിരുന്നില്ല. തന്റെ പരിശ്രമം കൊണ്ട് അവൻ ദൈവമായതല്ല സുഹൃത്തെ. അവൻ ദൈവമാകുവാൻ ശ്രമിച്ചുമില്ല. അവൻ ദൈവമായിരുന്നു. യേശു ദൈവമായിരുന്നു. അവൻ ദൈവമാണ്. ഞാൻ അനാദരവോടുകൂടി സംസാരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. ദൈവദൂഷണം പറയുന്നത് പോലെ ഞാൻ പറയുന്നു എന്നും തോന്നരുതേ. നമുക്കെല്ലാവർക്കും മനസ്സിലാകേണ്ടതിന് നമ്മുടെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. തെറ്റിദ്ധരിക്കരുതേ. ഈ ഭൂമിയിലേക്ക് ക്രിസ്തു പോരുമ്പോൾ പിതാവായ ദൈവത്തെ വിളിച്ച് ക്രിസ്തു ഇപ്രകാരം പറഞ്ഞിരിക്കില്ല, പിതാവേ, ആ ഗബ്രിയേലിനെ ഒന്ന് സൂക്ഷിച്ചോണേ, അവൻ എന്റെ ഈ ജോലിയും പദവിയും ഒക്കെ കൈക്കലാക്കുവാൻ പരിപാടി ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് അവനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അവൻ ഒരിക്കലും അങ്ങനെ പറയേണ്ടതായി വരില്ല. കാരണം അവന്റെ സ്ഥാനം ആർക്കും ഒരു നാളും എടുക്കുവാൻ സാധ്യമല്ല. അവൻ ദൈവമായിരുന്നു. ഇതാ, ഇവിടെ അവൻ വരുന്നു. ബേത്ലഹേമിൽ ജനിച്ച് ചുരുക്കം ചില ആട്ടിടയന്മാർ മാത്രം അവിടെയുണ്ട്. അധികം ആരുമില്ല. അവിടെ നിന്നും അവൻ നസറേത്തിലേക്ക് പോകുന്നു. അവിടെ നസറേത്തിൽ ആരും അറിയാതെ 30 വർഷം അവൻ കഴിഞ്ഞുകൂടി. നിത്യനായ ദൈവം നിത്യതയിൽ നിന്നും വെളിയിൽ വന്ന് നസറേത്തിലെത്തുന്നു. അവിടെ ഒരു തച്ചന്റെ പണിശാലയിൽ പണിയെടുക്കുന്നു. എന്തിന്? അങ്ങനെങ്കിലും താങ്കൾ ദൈവത്തെ അറിയുവാൻ. പ്രിയ സുഹൃത്തെ,
ദൈവത്തെ താങ്കൾക്ക് അറിയുവാൻ സാധിക്കുന്ന ഒരേ ഒരു മാർഗം ഇതാ, ഇവനെ അറിയുന്നതാകുന്നു. ഇവനിൽ കൂടി മാത്രം. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ, അവൻ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്നവൻ. അവൻ ഒരുവൻ മാത്രമാകുന്നു ദൈവം. ഇനിയും 3 വാക്യങ്ങളിലെയും മൂന്നാമത്തെ പ്രസ്താവനകൾ ചേർത്തൊന്ന് ചിന്തിച്ചേ. വചനം ദൈവമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അവൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോഴും അവൻ ദൈവമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവൻ. മാത്രമല്ല, അവൻ ദൈവത്തെ വെളിപ്പെടുത്തി തന്നു. ദൈവത്തെ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വെളിപ്പെടുത്തി തരുന്നവൻ യേശു മാത്രമാണ്. അങ്ങനെ വെളിപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ദൈവവുമായി ചേർന്ന് കൂട്ടായ്മ ആചരിക്കുവാൻ സാധിക്കൂ. അതാകുന്നു ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏദനിൽ മനുഷ്യന് നഷ്ടപ്പെട്ടതും അതത്രേ. അതുകൊണ്ടത്രേ അവന് ഇമ്മാനുവേൽ എന്ന പേര് നൽകിയത്. അതെ, ദൈവം നമ്മോടുകൂടെ. ഒരിക്കലും നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ ഇതാ ദൈവം തന്നെ അതിനൊരു വഴിയൊരുക്കി തന്നു. മനുഷ്യരായ നമ്മെ തേടി ഒരു മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. അവൻ നമ്മോടുകൂടെ. ദൈവത്തോട് ചേർന്നു പോകുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ ഒരേ ഒരു മാർഗം ക്രിസ്തുവിനെ വിശ്വാസത്താൽ താങ്കളുടെ ഹൃദയത്തിൽ അംഗീകരിക്കുക എന്നതത്രേ. അവിടുന്ന് താങ്കളുടെ ജീവിതത്തിൽ വന്നാൽ ദൈവത്തെ യഥാർത്ഥമായി രുചിച്ചറിയുവാൻ താങ്കൾക്ക് സാധിക്കും. മനുഷ്യനായി തീർന്ന യേശു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശു ദൈവമാണ്, ഒരു സംശയവും വേണ്ട. വചനം ജഡമായി തീർന്നു എന്ന് 14-ാം വാക്യത്തിൽ നാം വായിച്ചു. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. 18-ാം വാക്യത്തിൽ നാം പഠിച്ചത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിനെ കാണേണ്ടതുപോലെ കാണുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ സുഹൃത്തെ? ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതിനായിട്ടാണ് ഈ പഠനം. അത് ഓരോ ദിവസവും ഈ പഠനത്തിൽ നിങ്ങൾ തുടരുന്നത് കൊണ്ട് സാധിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ പഠനം ശ്രദ്ധിച്ച എല്ലാവർക്കും വളരെ വളരെ നന്ദി. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് സ്വർഗീയമായ ജ്ഞാനം തരണമേ. ഞങ്ങളുടെ മനുഷ്യജ്ഞാനം കൊണ്ട് അത് സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ച് അങ്ങയെ ദർശിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ പഠിക്കുന്ന ഈ ഭാഗം, പ്രത്യേകിച്ച് വളരെയേറെ പ്രധാനപ്പെട്ട ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഈ ഭാഗം മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.